നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൗർണമി ദിവസം. ഈ 2026 വർഷത്തിലെ ആദ്യത്തെ പൗർണമി ദിവസമാണ് ഇന്ന്. വോൾഫ് മൂൺ ഡേ എന്നാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഈ ജനുവരി മാസം മുഴുവനായിട്ട് ഞാൻ ചൊല്ലേണ്ട ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്വിച്ച് വേർഡിൽ തന്നെ പറയുന്നുണ്ട്, വോൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് തുടങ്ങുന്ന സ്വിച്ച് വേർഡാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നുള്ള കാര്യം. കാരണം അതിവേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ഈ 2026 ആദ്യത്തെ പൗർണമി ദിവസമായ ഇന്ന് നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുന്നത് അത് അതിവേഗതയിൽ നിറവേറി കിട്ടും എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് വേണ്ട എന്ന് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ഇനി ചിലർ ചോദിക്കും, 2-ാം തീയതിയല്ലേ പൗർണമി, ഇന്നല്ലല്ലോ എന്ന്. 2-ാം തീയതിയും 3-ാം തീയതിയും പൗർണമി തിഥി ഉണ്ട്. ഇന്നാണ് പൗർണമി വഴിപാടുകളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പൗർണമി ദിവസമായതിനാൽ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ, അതായത് രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും, അതും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതെ. ഇതുമാത്രമല്ല, ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം മാത്രമല്ല, വോൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള സ്വിച്ച് വേർഡും നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ടതാണ്. അതും ഞാൻ എങ്ങനെയാണ് എന്ന് പറയാം. ഇനി ഇത് മുഴുവനായിട്ടും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ആർക്കു വേണമെങ്കിലും ഇന്ന് ഇത് ചൊല്ലാവുന്നതാണ്. പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചു, പുലവാലായ്മയുണ്ട് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാതെ ആർക്കു വേണമെങ്കിലും ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം, ഈ സ്വിച്ച് വേർഡ് ചൊല്ലുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണമാണോ വേണ്ടത്? ഇനി അഥവാ കുടുംബത്തിൽ സമാധാനമാണോ വേണ്ടത്? അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടോ? ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടോ? എന്തും തന്നെ ആയിക്കോട്ടെ, ഇന്ന് പരിപൂർണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉടനടി നിറവേറി കിട്ടും എന്നുള്ള കാര്യം തർക്കിക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, ചിലർ പറയും, ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നാൽ മതിയോ, ജോലിക്കൊന്നും പോകേണ്ട എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നീട് ചിലർ പറയുന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ ഒരുപാട് ചെയ്തു നോക്കി, വിശ്വാസത്തോടെ ചെയ്തു, എനിക്ക് നിറവേറി കിട്ടിയില്ല എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലർക്കും പല വിധത്തിലുള്ള കാര്യങ്ങൾ നിറവേറി കിട്ടും, ചിലർക്കത് നിറവേറി കിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ അനുസരിച്ചായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ 1 രൂപ പോലും ചിലവില്ലാതെയാണ് ചെയ്യുന്നത്. ചിലവ് ചെയ്ത് നമ്മൾ ഏതൊരു മെത്തേഡുകളും ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നില്ല എന്നുള്ള കാര്യം തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ 1 രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷന് വേണ്ടി നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടെത്തിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിത്തരും. നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ നിന്ന് അവിടെ കൊണ്ടെത്തിക്കുവാൻ സഹായിക്കും ഇതുപോലുള്ള മെത്തേഡുകൾ എന്നാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ വീഡിയോയിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, എന്നെ വിശ്വാസമില്ലാത്തവർ പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട്, നമുക്ക് ചുറ്റും ഒരു ദൈവിക ശക്തിയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെങ്കിൽ പ്രപഞ്ചം എന്നുള്ള ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള മെത്തേഡുകൾ ചെയ്യുകയും സ്വിച്ച് വേർഡുകൾ പറയുകയും ചെയ്യുകയാണെങ്കിൽ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, 100-ൽ 100% ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം. അതിനു മുന്നേ ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ന് രാത്രി 12 മണി വരെ സമയമുണ്ട്. ഞാൻ നാളെ രാവിലെയാണ് ഈ വീഡിയോ കണ്ടതെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഈ 12 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ ചെയ്യുവാൻ സാധിക്കുന്നുവോ വെറും 10 മിനിറ്റ് മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് ആവശ്യം. അതിനുശേഷം നമുക്ക് എന്താണ് ആവശ്യം ആ ഒരു കാര്യവും നമ്മൾ മനസ്സിൽ ചിന്തിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് ഈ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഒരു 10,000 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 20,000 രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എനിക്ക് വന്നു കിട്ടണം, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിലുള്ള തടസ്സങ്ങൾ മാറി ഞാൻ ആഗ്രഹിച്ച കുട്ടിയെ എനിക്ക് വിവാഹം കഴിക്കുവാൻ സാധിക്കണം, ഇനി അതുമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കണം എന്നിങ്ങനെയുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരൊറ്റ കാര്യം നമ്മുടെ മനസ്സിൽ മുൻനിർത്തുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഒരൊറ്റ കാര്യം
മാത്രമേ ഇവിടെ എടുത്തു പറയുന്നുള്ളൂ. ആ ഒരൊറ്റ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ച നിറത്തിലുള്ള മഷി അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക. അതിനുശേഷം നമ്മുടെ ഇടത് കയ്യിൽ പെരുവിരലിനു താഴെ താഴെ വരുന്ന ശുക്രമേട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഒരു സ്ഥലത്ത് ഇൻഫിനിറ്റി സിമ്പൽ നമ്മൾ വരയ്ക്കേണ്ടതാണ്. ഇൻഫിനിറ്റി സിമ്പൽ വരച്ചതിനു ശേഷം താഴെ 24 എന്നുള്ള സംഖ്യയും എഴുതേണ്ടതാണ്. ഇത് രണ്ടും നമ്മൾ എഴുതുക. ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം കണ്ണുകൾ അടച്ച് നമ്മളൊരു 5 മിനിറ്റ് നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിച്ചതിനു ശേഷം നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പൂജാമുറിയിൽ കയറണം അല്ല നമ്മൾ ജോലി സ്ഥലത്താണ് എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എവിടെ ഇരുന്നു കൊണ്ട് കട്ടിലിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. കണ്ണുകൾ അടച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ആ ആവശ്യം നിറവേറി കിട്ടിയാൽ നമ്മൾ എത്രമാത്രം സന്തോഷം അനുഭവിക്കുന്നുണ്ടോ ആ സന്തോഷം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ വുൾഫ് മാജിക് ബിഗിൻ നൗ, വുൾഫ് മാജിക് ബിഗിൻ നൗ, വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ഈ വാക്ക് നമ്മൾ തുടർച്ചയായിട്ട് പറയാം. എണ്ണം കണക്കിലാക്കേണ്ട കാര്യമില്ല. ഒരു 21 പ്രാവശ്യമോ 50 പ്രാവശ്യമോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം. ചുരുങ്ങിയത് ഒരു 3 നിമിഷം മുതൽക്ക് 6 മിനിറ്റ് വരെ നമുക്ക് വുൾഫ് മാജിക് ബിഗിൻ നൗ, വുൾഫ് മാജിക് ബിഗിൻ നൗ, വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ഈ ഒരു സ്വിച്ച് വേർഡ് നമുക്ക് തുടർച്ചയായി ചൊല്ലാം. പിന്നീട് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നിറവേറി കിട്ടിയതുപോലെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള വാക്ക് റിപ്പീറ്റായിട്ട് നമ്മൾ ഒരു 2 സെക്കൻഡോ അല്ലെങ്കിൽ 3 സെക്കൻഡോ പറഞ്ഞതിനു ശേഷം നമ്മുടെ വീടിന് പുറത്ത് പോയി നമുക്ക് പൗർണമിയിൽ ഉദിച്ചു നിൽക്കുന്ന ഭഗവാനെ കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ പോയി നിന്നുകൊണ്ട് ഒരു 2 മിനിറ്റ് ഭഗവാനെ തന്നെ നോക്കി വീണ്ടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ വന്ന് കിടന്നുറങ്ങാം. അതുപോലെ തന്നെ ഇനി ഞങ്ങൾക്ക് വീടിന് പുറത്ത് പോകുവാൻ സാധിക്കില്ല എന്ന് പറയുന്നവരാണെങ്കിൽ മനസ്സിൽ പൂർണ്ണ നിലാവിനെ കണ്ടതിനു ശേഷം നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിനു ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിറവേറി കിട്ടിയതിനു വേണ്ടി നമ്മൾ നന്ദി രേഖപ്പെടുത്തിയതിനു ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. ഇത് വലിയ ജോലിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഫലം തരുന്ന ഒരു അത്ഭുത മെത്തേഡാണ്. ഇന്നത്തെ പൗർണമിയുടെ പ്രത്യേകത തന്നെയാണ്. ശനിയാഴ്ചയാണ്, തിരുവാതിരയാണ്. അതുമാത്രമല്ല ജനുവരി മാസത്തിലെ ആദ്യത്തെ പൗർണമി തിഥിയും കൂടിയാണ്. അതുകൊണ്ടാണ് പണം ആവശ്യമാണോ അത് നിറവേറി കിട്ടും, വേറെ എന്തെങ്കിലും തടസ്സങ്ങളാണോ ആ തടസ്സങ്ങൾ മാറിക്കിട്ടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഈ മെത്തേഡ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്കത് ഫലം ലഭിക്കും. ചെറിയ തുകകളാണെങ്കിൽ നിങ്ങൾക്ക് നേരം പുലരുമ്പോഴേക്കും അതിനുള്ളൊരു വാർത്ത നിങ്ങളെ തേടി വരും. വലിയ തുകകളാണെങ്കിൽ 2-3 ദിവസം കാത്തിരുന്നാൽ മാത്രം മതി, നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടി വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സമയമുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലും രാത്രി 12 മണി വരെ നമുക്ക് സമയമുണ്ട്. പൂർണ്ണ നിലാവിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും. നമ്മുടെ ലൈഫ് ഒന്ന് മാറുന്നത് പോലെ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് മറക്കാതെ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ഈ ഒരു സ്വിച്ച് വേർഡ് ഇന്ന് മാത്രമാണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല. എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ഈ മാസം മുഴുവൻ അല്ലെങ്കിൽ ഈ വർഷം മുഴുവൻ നമുക്ക് പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് പറയാവുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു അത്ഭുത സ്വിച്ച് വേർഡാണ് വുൾഫ് മാജിക് ബിഗിൻ നൗ എന്ന് പറയുന്ന ഈ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു സ്വിച്ച് വേർഡ് കൂടിയായതിനാൽ മറക്കാതെ സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ എപ്പോഴെല്ലാം വെറുതെ ഇരിക്കുന്നുവോ, ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വുൾഫ് മാജിക് ബിഗിൻ നൗ, വുൾഫ് മാജിക് ബിഗിൻ നൗ എന്നുള്ള ഈ സ്വിച്ച് വേർഡ് തുടർച്ചയായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.